നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ ഒരു കമ്പനിയാണ് ലാർസൻ ആൻഡ് ടൂബ്രോ. അവരുടെ ഉൽപ്പന്നങ്ങൾ എന്തുമാകട്ടെ ഒക്കെ നമുക്ക് സുപരിചിതങ്ങളായ ഉൽപ്പന്നങ്ങളാണ്, നമ്മൾ അതിൻ്റെ ഉപഭോക്താക്കളുമാണ്. ഇവിടെ പ്രശ്നം അതല്ല. അതിൻ്റെ ചെയർമാൻ സുബ്രഹ്മണ്യൻ, എസ്.എൻ. സുബ്രഹ്മണ്യൻ, അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളെ, അതായത് അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ എന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു അഭിപ്രായം പറയണമെങ്കിൽ ഒരു തൊഴിലാളികളെ സഹപ്രവർത്തകരായിട്ട് കാണുന്ന ഒരു ചെയർമാൻ ആയിരിക്കുകയില്ല. അപ്പോൾ അദ്ദേഹം തൊഴിലാളികളോട് സംവദിക്കുന്ന കൂട്ടത്തിൽ പറഞ്ഞ ചില കാര്യങ്ങൾ, അതാണ് നമ്മൾ ചർച്ച ചെയ്യാമെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതായത്, നിങ്ങൾ ഞായറാഴ്ച കൂടി നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ കഴിയാത്തതിലാണ് എനിക്ക് സങ്കടം. ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ സംഭാഷണം. അപ്പോൾ 90 മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യണം, ഞായറാഴ്ച കൂടി നിങ്ങളെ കൊണ്ട് ജോലി ചെയ്യിക്കാൻ പറ്റാത്തതിൽ എനിക്ക് സങ്കടം എന്നാണ് അദ്ദേഹത്തിൻ്റെ വാമൊഴി. അപ്പോൾ ഈ 90 മണിക്കൂർ ജോലി ചെയ്യണം എന്ന് പറയുമ്പോൾ തന്നെ ഒരു ദിവസം എത്ര മണിക്കൂറാണ്? അതായത് ഞായറാഴ്ച ജോലി ചെയ്യിക്കുന്നില്ല, ഞായറാഴ്ച മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ 6 ദിവസം കൊണ്ട് 90 മണിക്കൂർ ജോലി ചെയ്യണമെങ്കിൽ ഒരു ദിവസം 15 മണിക്കൂർ ജോലി ചെയ്യണം. ഈ മിസ്റ്റർ എസ്.എൻ. സുബ്രഹ്മണ്യൻ ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ 2000 ആണ്ടിലെ കൺവെൻഷൻ എന്ത് പറയുന്നു എന്ന് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം ഇദ്ദേഹത്തിന്റെ ഈ വാമൊഴി നമ്മുടെ തോമസ് പിക്കറ്റി, ഒരു ഫ്രഞ്ച് എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹം കേൾക്കുകയാണെങ്കിൽ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് ഞാൻ അത്ഭുതം കൂറുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, അതായത് ചെങ്ങാത്ത മുതലാളിത്തത്തിനെതിരാണ് തോമസ് പിക്കറ്റി. ചെങ്ങാത്ത മുതലാളിത്തത്തിന്റെ പ്രത്യേകത എന്താണ്? അവരിങ്ങനെ ലാഭം കൂട്ടി കൊണ്ടുവരും. ലാഭം കൂട്ടി കൊണ്ടുവരിക എന്ന് വെച്ചാൽ തൊഴിലാളികളെ കൊണ്ട് കഷ്ടപ്പെടുത്തിച്ച് ജോലി ചെയ്യിപ്പിച്ചിട്ട് അതിൽ നിന്ന് കിട്ടുന്ന, അതായത് കഷ്ടപ്പെടുത്തിച്ച് ജോലി ചെയ്യല, കാര്യക്ഷമതയോടുകൂടി ജോലി ചെയ്താൽ നല്ല ലാഭത്തിൽ ഏത് കമ്പനിക്കും പോകാൻ വെക്കും. അതിലുമുപരി 90 മണിക്കൂർ കാര്യക്ഷമതയോടെ ജോലി ചെയ്യണമെന്നൊരു ക്രോണി ക്യാപിറ്റലിസ്റ്റ് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാൾ ഈ പറയപ്പെട്ട തൊഴിലാളികളെ കഷ്ടപ്പെടുത്തി ധനം ഉണ്ടാക്കണം, സമ്പാദിക്കണം, ലാഭം കൊയ്യണം എന്ന് ആഗ്രഹിക്കുന്ന. അപ്പൊ അതാണ് ചങ്ങാത്ത മുതലാളിത്തത്തിന്റെ പ്രത്യേകത. അതാണ് ഞാൻ പറഞ്ഞത്, തോമസ് പിക്കറ്റി ഇത് കേട്ടാൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്ന്. ഇനി പിക്കറ്റിയെ വിടുക, നമുക്ക് ILO-യിലേക്കൊന്ന് പോകാം. ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ 2000 ആണ്ടിലെ കൺവെൻഷൻ എന്താണ് പറയുന്നത്? അത് 4 കണ്ടീഷൻസ് ആണ് മാന്യമായ തൊഴിലിന് വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ മാന്യമായ തൊഴിലിന് വെച്ചിരിക്കുന്ന 4 കണ്ടീഷൻസ് എന്തൊക്കെയാണ്? 1, തൊഴിൽ സ്ഥിരത. 2, മാന്യമായ വേതനം. 3, ഡയലോഗ്, അതായത് അവനവന്റെ തൊഴിൽ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട് യൂണിയൻ ചേരുവാനുള്ള സ്വാതന്ത്ര്യം. അതാണ് 3ാമത്തെ കണ്ടീഷൻ, ഡയലോഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 4ാമത്തേത് സോഷ്യൽ സെക്യൂരിറ്റി അഥവാ പെൻഷനായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും പെൻഷൻ കിട്ടുക. ഈ ലാർസൻ ആൻഡ് ടൂബ്രോ ഇതിൽ എന്തൊക്കെ കൊടുക്കുന്നുണ്ട്? ഓഫ് കോഴ്സ് നല്ല വേതനം കൊടുക്കുന്നുണ്ടാകണം. 2ാമത് അതുപോലെ, അതായത് മാന്യമായ ജീവിതത്തിന് ആവശ്യമായ നല്ല വേതനം കൊടുക്കുന്നുണ്ടാകണം. സ്ഥിരതയും കൊടുക്കുന്നുണ്ടാകണം, കാര്യക്ഷമത കാണിക്കുന്നവർക്ക് സ്ഥിരതയും കൊടുക്കുന്നുണ്ടാകണം. 3ാമത്തെ കണ്ടീഷനായ ഡയലോഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംസാരം തന്നെ അവിടെ ഉണ്ടാകില്ല. അതായത് തൊഴിലാളികൾ അവനവന്റെ ക്ഷേമത്തിന് വേണ്ടി ഒത്തുചേർന്ന് മാനേജ്മെന്റുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ, അഭിപ്രായ പ്രകടനങ്ങൾ നടത്താനുള്ള സാഹചര്യം ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ, നമ്മൾ അന്ന സെബാസ്റ്റിന്റെ കാര്യം ഏണസ്റ്റ് ആൻഡ് യങ്ങിലും മറന്നിട്ടില്ല. ജോലി സമ്മർദ്ദം കൊണ്ടാണ് ആ കുട്ടി 24ാം വയസ്സില് മരണത്തിലേക്ക് പോകേണ്ടി വന്നത്. അപ്പം അതുപോലെയുള്ള അവസ്ഥയാണോ ഈ കമ്പനിയിൽ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ അങ്ങനെ ചിന്തിച്ചു പോകും ഈ ചെയർമാന്റെ ഇതുപോലെയുള്ള വാവിട്ട വാക്കുകൾ കേൾക്കുമ്പോൾ. അപ്പം ഈ ILO പറഞ്ഞിരിക്കുന്ന കണ്ടീഷനിൽ 4ാമത്തത് എന്താണ്? അതായത് 1ാമത്തത് മാന്യമായ വേതനം, അത് ലാർസൻ ആൻഡ് ട്യൂബ്രോയിൽ ഉണ്ട്. 2ാമത്തേത് സ്ഥിരത, അതുമുണ്ട്. 3ാമത്തേത് ഡയലോഗ്, അത് സംശയാസ്പദമാണ്. 4ാമത്തേത് പെൻഷനാണ്. ഏതെങ്കിലും പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി പെൻഷനായി കഴിഞ്ഞാൽ ജീവിതകാലം മുഴുവനും പെൻഷൻ കൊടുക്കാറുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ EPFO ഒന്നും ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോ മാന്യമായ തൊഴിലല്ല ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്ന 2000-ലെ കൺവെൻഷൻ അനുസരിച്ചുള്ള മാന്യമായ തൊഴിലല്ല ഒരു കമ്പനിയും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അറ്റ്ലീസ്റ്റ് ഈ 4ാമത്തെ കണ്ടീഷൻ വയലേറ്റ് ചെയ്യുന്ന കമ്പനികൾ, പെൻഷൻ എന്ന സംഗതി കൊടുക്കാത്ത കമ്പനികൾ,
അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ 90 മണിക്കൂർ ജോലി ചെയ്യണം, നിങ്ങൾ ഞായറാഴ്ച പോലും ജോലി ചെയ്യണം എന്നുള്ള ആ നല്ല ഇന്റൻഷൻ നമ്മുടെ ഈ ചെയർമാൻ എൻ സുബ്രഹ്മണ്യൻ പറയുന്നത്. പക്ഷേ അദ്ദേഹത്തെ ആരും വെറുതെ വിട്ടില്ല കേട്ടോ. അദ്ദേഹം ഈ പറഞ്ഞതിനെതിരായിട്ട് എല്ലാ കമ്പനികളും, എല്ലാ പ്രധാനപ്പെട്ട കമ്പനികളും, കമ്പനി മേധാവികളും പ്രതികരിച്ചത് എങ്ങനെയാണെന്നല്ലേ? ഒന്ന്, എത്ര മണിക്കൂർ ജോലി ചെയ്തു എന്നുള്ളതല്ല, ജോലിയുടെ ഗുണനിലവാരമാണ് പ്രധാനം എന്ന ആശയത്തോടാണ് പലരും പിന്താങ്ങിക്കൊണ്ട് സംസാരിച്ചത്. അപ്പം എൻ സുബ്രഹ്മണ്യത്തിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മറ്റെല്ലാ പ്രധാനപ്പെട്ട കമ്പനികളും, സുബ്രഹ്മണ്യത്തിനേക്കാൾ മുതിർന്ന കമ്പനികളും സുബ്രഹ്മണ്യത്തിനേക്കാൾ താഴ്ന്ന കമ്പനികളും, എല്ലാ കമ്പനി മേധാവികളും അദ്ദേഹത്തിന്റെ ആ അഭിപ്രായത്തോട് ഒട്ടും യോജിക്കാത്ത രീതിയിലാണ് സംസാരിച്ചത്. ഉദാഹരണത്തിന് അവരുടെ ഒക്കെ മുൻപിലുണ്ട് ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിയിലെ അന്നാ സെബാസ്റ്റിനെ പോലുള്ള ഒരു 24-കാരി മരിക്കേണ്ടി വന്ന അവസ്ഥയൊക്കെ, അത് ജോലി സമ്മർദ്ദം മൂലം. അപ്പോൾ ജോലി സമ്മർദ്ദം കൊടുക്കാൻ അദ്ദേഹം ഈ 90 മണിക്കൂർ ജോലിയെ പറ്റി പറയുന്നത്, അതുപോലെ ഞായറാഴ്ച പോലും ജോലിക്ക് വരാതിരുന്നാലുള്ള അവസ്ഥയെ പറ്റി പറയുന്നത്, നിങ്ങൾ എന്ത് ചെയ്യുന്നു വീട്ടിലെന്ന് അദ്ദേഹം ചോദിക്കുന്നു. നിങ്ങൾ ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കി എത്ര മണിക്കൂർ ഇരിക്കും? ഈ തരത്തിലുള്ള വിഡ്ഢിത്തങ്ങളൊക്കെയാണ് ആ കമ്പനി ചെയർമാൻ പറഞ്ഞത് എന്ന് ഓർക്കുമ്പോഴാണ് ഞാൻ ഈ പുസ്തകത്തിന്റെ പ്രസക്തി ഓർത്തു പോകുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇത് 1991 സാമ്പത്തിക ശാസ്ത്രത്തിന് നോബൽ പ്രൈസ് കിട്ടിയ ഗാരി എസ് ബെക്കർ എന്ന അമേരിക്കൻ എക്കണോമിസ്റ്റിന്റെ ബുക്കാണ് എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി. എ ട്രീറ്റീസ് ഓൺ ദ ഫാമിലി, കുടുംബത്തെ പറ്റിയുള്ള ഒരു പഠനം. ആ പഠനം ഇതാണ് ഗാരി എസ് ബെക്കർ. അപ്പൊ ഈ ബെക്കറിന്റെ ഇദ്ദേഹത്തിന് ഈ പുസ്തകത്തെ ഞാൻ എടുത്തു കാണിക്കാൻ കാരണം, ഇദ്ദേഹത്തിന് നോബൽ പ്രൈസ് കൊടുത്തിരിക്കുന്നു ഈ സൃഷ്ടിക്ക്. അപ്പൊ ഈ സൃഷ്ടിയുടെ പ്രത്യേകത എന്താണ്? നോബൽ കമ്മിറ്റിക്ക് തോന്നിയല്ലോ ഈ സൃഷ്ടി വളരെ അനിവാര്യമാണെന്ന്. അത് കുടുംബത്തിന്റെ മഹത്വമാണ് എടുത്തു കാണിക്കുന്നത്. എൽ സുബ്രഹ്മണ്യത്തിന്റെ ലാർസൻ ആൻഡ് ടൂബ്രോ ഒരു വ്യവസായ കമ്പനിയാണ്, ഒരു സംരംഭമാണ് അല്ലെ? അതുപോലെ ഈ ഗാരി എസ് ബെക്കർ പറയുന്നത് കുടുംബവും ഒരു സംരംഭമാണ്. അപ്പൊ ലാർസൻ ആൻഡ് ടൂബ്രോയുടെ ആഗ്രഹം എന്താണ്? 90 മണിക്കൂർ ഒരു തൊഴിലാളി ജോലി ചെയ്യണം, ഞായറാഴ്ചയും ജോലി ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് ലാർസൻ ആൻഡ് ടൂബ്രോ പറയുന്നത്. അതേ സമയത്ത് ഗാരി എസ് ബെക്കർ എന്താണ് പറയുന്നത്? കുടുംബം ഒരു സംരംഭമാണ്. ആ സംരംഭം തുടങ്ങുന്നത് എന്ത് ലക്ഷ്യത്തോടെയാണ്? നല്ല ഔട്ട്പുട്ട്, നല്ല ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുക. എന്താണ് ഒരു കുടുംബം എന്ന സംരംഭത്തിലെ നല്ല ഉൽപ്പന്നം? കുഞ്ഞുങ്ങളാണ്, കുട്ടികളാണ് കുടുംബം എന്ന സംരംഭത്തിലെ നല്ല ഉൽപ്പന്നം. ആ നല്ല ഉൽപ്പന്നം ഏറ്റവും ഉത്തമമായ ഉൽപ്പന്നമായി തീരണമെന്നുണ്ടെങ്കിൽ, അതായത് അവരുടെ ഡെവലപ്മെന്റ് ഓഫ് പേഴ്സണാലിറ്റി, ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിലേക്ക് ഡെവലപ്പ് ചെയ്ത് വരണമെങ്കിൽ എന്താണ് വേണ്ടത്? ബെക്കർ പറയുന്നു, അച്ഛനും അമ്മയും കൂടി കുഞ്ഞുങ്ങളെ 5 വയസ്സ് വരെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അമ്മയാണ്. അത് കഴിഞ്ഞാല് ആ കാലത്തും അപ്പനും ഉണ്ട്, ഭ്രൂണമായി സ്ഥിതി അമ്മയുടെ ഉദരത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ പോലും അമ്മയ്ക്കും അച്ഛനും ആ കുഞ്ഞിനോട് ധർമ്മങ്ങൾ ഉണ്ട്, ആ കുഞ്ഞിന്റെ അടുത്തിരിക്കേണ്ടതുണ്ട്. അത് കഴിഞ്ഞ് ജനിച്ചു കഴിഞ്ഞാലോ 5 വയസ്സ് വരെ അവരുടെ പരിലാളന, അവരുടെ ചേർത്ത് പിടിക്കൽ വളരെ അനിവാര്യമാണ്. ഇനി 5 വയസ്സ് കഴിഞ്ഞാലോ, 5 വയസ്സ് കഴിഞ്ഞാലും ആ ഉൽപ്പന്നങ്ങൾ ഓപ്റ്റിമം പേഴ്സണാലിറ്റിയിൽ എത്തുന്നവരെയും പാരൻസിന്റെ മേൽനോട്ടം വേണം. അവരുടെ എല്ലാവിധത്തിലുള്ള ഇടപെടലുകളും ഈ കുഞ്ഞിന്റെ വളർച്ചയിൽ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അത്യാവശ്യമായിട്ടും ഈ സുബ്രഹ്മണ്യന് ഈ ഗാരി എസ് ബെക്കറിന്റെ പുസ്തകത്തിന്റെ ഒരു കോപ്പി ആരെങ്കിലും ഒന്ന് അയച്ചു കൊടുക്കണം എന്ന് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ ലാർസൻ ആൻഡ് ടൂബ്രോ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സംരംഭം തന്നെയാണ് കുടുംബം എന്ന് പറയുന്നത്. ഞായറാഴ്ച മാത്രമല്ല ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കിയിരിക്കേണ്ടത്. അവര് കഴിയുമെങ്കിൽ ഓഫീസ് ടൈം എത്രയും കുറച്ചുകൊണ്ട്, അതായത് കാര്യക്ഷമതയോടെ പണിയട്ടെ. ഇപ്പൊ അദ്ദേഹം പറഞ്ഞ കണക്കിലാണെങ്കിൽ 15 മണിക്കൂറാണ് ഒരു ദിവസം ജോലി ചെയ്യേണ്ടത്. അല്ല, 15 മണിക്കൂർ ഓഫീസ് ജോലി അല്ല ചെയ്യേണ്ടത്, 15 മണിക്കൂർ വീട്ടിലെ കാര്യങ്ങളാണ് നോക്കേണ്ടത് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ ഓഫീസിലെ കാര്യങ്ങളും കാര്യക്ഷമമായി തന്നെ ചെയ്യണം. അപ്പൊ എന്താണ് വേണ്ടത്? ഒരു നല്ല ഒരു എന്താ പറയാ, പിന്നെ ഡയലോഗ് ഈ കമ്പനി മാനേജരും അവിടുത്തെ ഉദ്യോഗസ്ഥരും തമ്മിൽ നടക്കണം. എങ്ങനെ കുടുംബത്തെ നല്ലവണ്ണം മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റും, എങ്ങനെ ജോലിയെ നന്നായി കൊണ്ടുപോകാൻ പറ്റും, രണ്ടും സമഞ്ജസമായിട്ട് ഒരുപോലെ നന്നായി പോകണം. ആ തരത്തില്
ജോലിയെ ഒരു റീഷെഡ്യൂൾ ചെയ്യാനായിട്ട്, ജോലി സമയത്ത് റീഷെഡ്യൂൾ ചെയ്യാനായിട്ട് ഈ സുബ്രഹ്മണ്യനെ എടുപ്പിക്കുകയാണ് എല്ലാവരും കൂടി ചെയ്യേണ്ടത്. അങ്ങനെ ഒരു സംസ്കാരം, തൊഴിൽ സംസ്കാരം ഉരുത്തിരിയേണ്ടത് നല്ല കുടുംബങ്ങളുടെ വളർച്ചയ്ക്ക് അനിവാര്യമാണ്. അങ്ങനെയാണെങ്കിൽ നല്ല സമൂഹങ്ങളും നല്ല രാജ്യങ്ങളും നല്ല ലോകവും. ഇപ്പൊ നമ്മൾ എന്താ കണ്ടുകൊണ്ടിരിക്കുന്നത്? യുക്രൈൻ, റഷ്യ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കറിയാം. എന്താണ് ഗാസയും ഇസ്രായേലും തമ്മിൽ നടക്കുന്നത് നമുക്കറിയാം. അങ്ങനെയുള്ളൊരു ലോകമല്ല മനുഷ്യർക്ക് വേണ്ടത് സ്വസ്ഥമായിട്ട് ജീവിക്കുവാൻ വേണ്ടത് നല്ല എന്താ പറയുക സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എൻവയൺമെന്റോട് കൂടി ജീവിക്കാൻ വേണ്ടത് കാലിഫോർണിയ ലോസ് ഏഞ്ചൽസിലെ തീപിടുത്തമില്ലാതെ നല്ലൊരു പ്രകൃതിയുമായിട്ട് ജീവിക്കാൻ വേണ്ടത് വ്യത്യസ്തമായൊരു കാഴ്ചപ്പാടും വ്യത്യസ്തമായ സമീപനവുമാണ്, വ്യവസായികളുടെ ആണെങ്കിലും തൊഴിലാളികളുടെ ആണെങ്കിലും. അപ്പം അതിലേക്ക് നമുക്ക് ഈ വ്യവസായിയെ, ഈ ലാസർ ആൻഡ് ടൂബ്രോ കമ്പനി ചെയർമാനെ ഒന്ന് മാറ്റിയെടുക്കത്തക്ക രീതിയിലുള്ള ഡയലോഗ് തീർച്ചയായിട്ടും ഉരുത്തിരിയേണ്ടതാണ്. അതായത് ഇന്ത്യയിൽ തീർച്ചയായിട്ടും കേരളത്തിൽ മാത്രമേ മാന്യമായ വേതനം കൊടുക്കുന്ന ഒരു ഒറ്റ സംസ്ഥാനമാണ് കേരളം. പിന്നെ കമ്പനികളൊക്കെ ഒരു വലിയ അളവ് വരെ പബ്ലിക് സെക്ടർ കമ്പനീസ് അല്ല, അവരൊക്കെ എക്സ്പ്ലോയിറ്റേഷനാണ്, ഉദ്യോഗസ്ഥരാണ് പിന്നെ ജനത്തെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ മറ്റ് പ്രൈവറ്റ് കമ്പനികളിലൊക്കെ തന്നെ അവർക്ക് മാന്യമായ വേതനം കിട്ടുന്നുണ്ടാകാം. പക്ഷേ ILO ആവശ്യപ്പെടുന്ന പോലെയുള്ള എല്ലാ കണ്ടീഷൻസും ഒന്നും സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ തൊഴിലാളികളുടെ ക്ഷേമം വലിയ അളവ് വരെ ഹനിക്കപ്പെടുന്നുണ്ട്. അവരുടെ കുടുംബക്ഷേമം പ്രത്യേകിച്ചും ഹനിക്കപ്പെടുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് അന്ന സെബാസ്റ്റ്യന്റെ മരണം നമുക്ക് ചൂണ്ടിക്കാണിച്ച് തരുന്നത്. ഇക്കാര്യം മിസ്റ്റർ സുബ്രഹ്മണ്യനെ ആരെങ്കിലും അറിയിച്ചു കൊടുക്കേണ്ടത് അനിവാര്യമായിരിക്കുകയാണ്.